മകരവിളക്കിന് മുന്നോടിയായുള്ള മകരസംക്രമ പൂജയും സംക്രമ അഭിഷേകവും പൂർത്തിയായി. ദീപാരാധന സമയത്ത് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടുകൂടിയാകും സന്നിധാനത്ത് എത്തിച്ചേരുക. ശരണമന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്ന് വെളുപ്പിന് 2:46 സംക്രമ പൂജയും സംക്രമാഭിഷേകവും നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ചായിരുന്നു സംക്രമാഭിഷേകം. വെള്ളിയാഴ്ച പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 6 മണിക്ക് ശരംകുത്തിയിലെത്തിച്ചേരും. ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കും. വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിനായി തീർത്ഥാടകർ വിവിധ സ്ഥലങ്ങളിൽ കാത്തിരിക്കുകയാണ്. സന്നിധാനത്ത് 10 സ്ഥലങ്ങളാണ് തീർത്ഥാടകർക്ക് മകരവിളക്ക് കാണാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണം ഉൾപ്പെടെയുള്ളവ എത്തിക്കുമെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദർശിക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ പോലീസും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്. തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മന്ത്രി നമ്മുടെ ശേഖർ റാവു മിനിസ്റ്റർ, അദ്ദേഹം ഇവിടുത്തെ അയ്യപ്പൻ്റെ ഒരു പരമഭക്തൻ കൂടിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് 80 ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ അദ്ദേഹം നമുക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് എത്തിച്ചു തന്നു. അത് ഞങ്ങൾ സ്വീകരിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പാണ്ഡിത്താവളത്തും അനുബന്ധ പ്രദേശങ്ങളിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബിസ്ക്കറ്റും ചുക്കുവെള്ളവും യഥേഷ്ടം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാവിലെ 9:30 മണിവരെ മാത്രമേ തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ. 10:30 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. തിരുവാഭരണ സംഘത്തിൻ്റെ സുഗമമായ യാത്രയ്ക്കായി വാഹനങ്ങൾക്കും നേരിയ നിയന്ത്രണങ്ങൾ ഉണ്ട്. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ സന്നിധാനത്തു നിന്നും ഇറങ്ങുന്നതനുസരിച്ചായിരിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുക. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.